ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ അച്ഛനമ്മമാരുടെ തലമുറയിൽ സ്വർണം എന്തായിരുന്നു? ഒരു ആഭരണം, ഒരു സുരക്ഷ, ഒരു വിവാഹത്തിനുള്ള സമ്പാദ്യം, അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ ഒരു എമർജൻസി ഫണ്ട്. പക്ഷേ ഇന്ന് വലിയൊരു മാറ്റം സംഭവിക്കുകയാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ട് സ്വർണം ആഭരണമായിട്ട് ധരിക്കാൻ വാങ്ങുന്നതിനേക്കാളും കൂടുതൽ ആൾക്കാർ അത് നിക്ഷേപമായിട്ട് വാങ്ങാൻ തുടങ്ങി. വേൾഡ് ഗോൾഡ് കൗൺസിലിൻ്റെ Q1 2026 ഇന്ത്യ ഫോക്കസ് റിപ്പോർട്ട് പ്രകാരം 2026 ആദ്യ 3 മാസങ്ങളിൽ ഇന്ത്യയിൽ ആഭരണത്തിൻ്റെ ആവശ്യത്തിനായി വാങ്ങിയ സ്വർണം 66 ടണ്ണാണ്. അതേസമയം ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടിയിട്ട് വാങ്ങിയത് 82 ടൺ. അതെ, ആഭരണങ്ങളെക്കാളും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടിയിട്ടാണ് സ്വർണം കൂടുതൽ വാങ്ങിയത്. ഇതൊരു ചെറിയ മാറ്റമല്ല, ഇതൊരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റാണ്. സ്വർണം അലമാറയിൽ നിന്ന് ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് മാറുകയാണ്. ആ 82 ടണ്ണിൽ 60 ടൺ ഗോൾഡ് ബാറും കോയിൻസും ആയിരുന്നു. ആൻഡ് മറ്റൊരു 20 ടൺ ഗോൾഡ് ETF-കളായിരുന്നു. അതായത് പുതിയ തലമുറ സ്വർണം വാങ്ങുന്നത് കഴുത്തിലിടാനല്ല, മറിച്ച് പോർട്ട്ഫോളിയോയിൽ ഇടാൻ വേണ്ടിയിട്ടാണ്. ഇനി മറ്റൊരു രസകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകത്തിലെ മൊത്തം ഗോൾഡ് ETF-ൻ്റെ ഡിമാൻഡ് ഏകദേശം 32% ഇന്ത്യയിൽ നിന്നാണ്. അതായത് ചൈന കഴിഞ്ഞാൽ 2ാം സ്ഥാനം. 2026 ജനുവരിയിൽ മാത്രം ഗോൾഡ് ETF-കളിലേക്ക് വന്നത് 24,000 കോടിയിലധികം രൂപയാണ്. ആംഫിയുടെ ഒഫീഷ്യൽ ഡാറ്റ പ്രകാരം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 24,040 കോടി. അതായത് കഴിഞ്ഞ വർഷം ഡിസംബറിനെ അപേക്ഷിച്ച് 106% വർധനവ്. ഇന്ത്യയിലെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ മന്ത് ആൻഡ് ഗോൾഡ് ETF ഇൻഫ്ലോ. ഇതെല്ലാം കേൾക്കുമ്പോൾ ഒരു ചോദ്യം സ്വാഭാവികമാണ്, നമ്മൾ ഇന്ത്യക്കാർ കുറച്ച് ഫിനാൻഷ്യലി വൈസായോ അല്ലേ? ആഭരണങ്ങൾ മാറി നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി ഗോൾഡ് കാണാൻ തുടങ്ങുന്നു. പക്ഷേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, ജനുവരിയിൽ റെക്കോർഡ് ഇൻഫ്ലോ വന്ന ETF-കളിൽ പിന്നീട് ഫെബ്രുവരിയിലും മാർച്ചിലും ഇൻഫ്ലോ ഗണ്യമായിട്ട് കുറഞ്ഞു. ആംഫിയുടെ ഫെബ്രുവരി ഡാറ്റ പ്രകാരം ഇൻഫ്ലോ 78% കുറഞ്ഞു. എന്തുകൊണ്ട്? ഗോൾഡിൻ്റെ പ്രൈസ് കറക്ഷൻ അപ്പോൾ ആരംഭിച്ചു. അതായത് വില കൂടുമ്പോൾ ആൾക്കാർ ഓടിക്കയറുന്നു, വില കുറയുമ്പോൾ എല്ലാവരുടെയും ഒരു ആവേശം അവിടെ കെട്ടടങ്ങുന്നു. ഇതിനെയാണ് ഫിനാൻസ് ലോകത്ത് പെർഫോമൻസ് ചേസിങ് എന്ന് പറയുക. ഒരു അസറ്റിൻ്റെ വില ഉയർന്നതിന് ശേഷം അതിലോട്ടേക്ക് ഓടിക്കയറുക. ഇത് ഗോൾഡിന് മാത്രം സംഭവിക്കുന്ന കാര്യമല്ല, സ്റ്റോക്സിൽ സംഭവിക്കാം, റിയൽ എസ്റ്റേറ്റിൽ സംഭവിക്കാം, ക്രിപ്റ്റോസിൽ സംഭവിക്കാം. ഫോർ എക്സാമ്പിൾ, ഒരു സ്റ്റോക്ക് 50 രൂപയിൽ നിന്ന് 500 രൂപയായി. അതുവരെ ആരും അത് കണ്ടിട്ടുണ്ടാവില്ല. 50 രൂപയിൽ നിന്ന് 500 രൂപയായിട്ടാകുമ്പോൾ ഇതിനെപ്പറ്റിയൊരു ഡിസ്കഷൻ തുടങ്ങും. അപ്പോൾ ആൾക്കാർ വന്ന് ചോദിക്കും, ഞാൻ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യട്ടെ, ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യട്ടെ, 500 രൂപ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യട്ടെ. ഗോൾഡ് വരുന്നപ്പോഴും എല്ലാവരും ഇത് തന്നെയായിരുന്നു ആവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ഒരു തെറ്റല്ല. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യരായതുകൊണ്ടാണ്. നമ്മളുടെ ഹ്യൂമൻ സൈക്കോളജി അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഒരു അസറ്റ് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ നമ്മൾ അതിലേക്ക് ആകർഷിക്കപ്പെടും. പക്ഷേ ഈ ഇൻവെസ്റ്റിങ്ങിൻ്റെ ഏറ്റവും വലിയ ഡേഞ്ചറസ് ആയിട്ടൊരു കാര്യമാണ് റീസെൻറ്റ് പെർഫോമൻസിനെ ഫ്യൂച്ചർ പെർഫോമൻസ് ആയിട്ട് തെറ്റിദ്ധരിക്കുന്നത്. ഇപ്പോൾ ഒരു സ്റ്റെപ്പ് പിന്നോട്ട് പോയി നോക്കാം. എന്തുകൊണ്ടാണ് ഈ ഷിഫ്റ്റ് ഇപ്പോൾ സംഭവിക്കുന്നത്? ഇത് വെറും പ്രൈസ് മാത്രമല്ല കാരണം. 3 വ്യത്യസ്ത ഫോഴ്സുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഒന്ന്, ഗോൾഡ് ലോൺ മാർക്കറ്റിൻ്റെ എക്സ്പ്ലോസീവ് ഗ്രോത്ത്. ആളുകൾ സ്വർണം വാങ്ങുന്നത് മാത്രമല്ല, കയ്യിലുള്ള സ്വർണം പണയം വെച്ച് പണം എടുക്കുന്നതും കൂടുകയാണ്. CNBCൻ്റെ റിപ്പോർട്ട് പ്രകാരം ഇത്തരം ഗോൾഡ് ലോൺ കൊടുക്കുന്ന സ്റ്റോക്സ് ഒക്കെ, അതായത് മണപ്പുറം ഫിനാൻസ്, മുത്തൂട്ട് ഫിനാൻസ്, ഇവരുടെയൊക്കെ ഓഹരികൾ Nifty 50-നേക്കാളും ഉയർന്നതായിട്ട് കഴിഞ്ഞ വർഷത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. ICRAയുടെ അനാലിസിസ് പ്രകാരം, എന്താണ് ICRA? ഗൂഗിൾ ഇറ്റ്, ഓക്കെ, എന്നിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. അവരുടെ അനാലിസിസ് പ്രകാരം ഇന്ത്യയിലെ ഓർഗനൈസ്ഡ് ഗോൾഡ് ലോൺ മാർക്കറ്റ് ഈ ഫിനാൻഷ്യൽ ഇയർ തന്നെ 10 ലക്ഷം കോടി കടക്കും. 2027 ആകുമ്പോഴത്തേക്കും 15 ലക്ഷം കോടി കടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതെന്താണ് കാണിക്കുന്നത്? സ്വർണ്ണം ഇപ്പോൾ വെറുമൊരു ആഭരണമല്ല, ഇതൊരു ലിക്വിഡ് ഫിനാൻഷ്യൽ അസറ്റാണ്. അതായത് ആവശ്യം വരുമ്പോൾ പണമാക്കാൻ പറ്റുന്ന ഒരു അസറ്റ്. ഇത് തന്നെയാണ് ആളുകളെ ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം. രണ്ടാമത്തെ കാരണം ഡിജിറ്റൽ ഗോൾഡ്, ഗോൾഡ് ETF, ഇതിൻ്റെയൊക്കെ ആക്സസിബിലിറ്റി. 10 വർഷം മുന്നേ നമുക്ക് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജ്വല്ലറി പോയി ഗോൾഡ് വാങ്ങണം. ഇപ്പോൾ ഒരു സ്മാർട്ട് ഫോണും ഒരു ആപ്പും 100 രൂപയുണ്ടെങ്കിൽ നമ്മൾക്ക് ഗോൾഡ് വാങ്ങാം. ഡിമാറ്റ് അക്കൗണ്ടുള്ള ആർക്കും ഒരു ക്ലിക്കിൽ ഗോൾഡ് ETF സ്വന്തമാക്കാം. അപ്പോൾ ഈ ഒരു ഈസ് ഓഫ് ആക്സസും വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ജെൻസി, മില്ലേനിയൽസിൻ്റെ ഒക്കെ ഇടയിൽ. അവർക്ക് ലോക്കറിൽ വെക്കേണ്ട, കള്ളനെ പേടിക്കേണ്ട, മേക്കിംഗ് ചാർജസ് ഒന്നുമില്ല. ഇനി മൂന്നാമത്തെ കാരണം എന്താണ്? ഇതും ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. പണ്ട് സോവറിൻ ഗോൾഡ് ബോണ്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഗവൺമെൻറ് നേരിട്ട് ഇഷ്യൂ ചെയ്യുന്ന 2.5% ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് തരുന്ന, അതേപോലെ ക്യാപിറ്റൽ അപ്രിസിയേഷനും കിട്ടുന്ന ഒരു പദ്ധതി. പക്ഷേ 2024 മുതൽ പുതിയ സോവറിൻ ഗോൾഡ് ബോണ്ട്സ് ഒന്നും ഗവൺമെൻറ് ഇഷ്യൂ ചെയ്തിട്ടില്ല. വിക്കിപീഡിയയും ബിസിനസ് സ്റ്റാൻഡേർഡൊക്കെ സ്ഥിരീകരിക്കുന്നത് 2025 ബഡ്ജറ്റിൽ തന്നെ ഫിനാൻസ് മിനിസ്റ്റർ ഇനി പുതിയ SGB ഒന്നും ഇഷ്യൂ ചെയ്യില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം ഗവൺമെൻറ് ഇതൊരു എക്സ്പെൻസീവ് ബോറോയിങ് മെക്കാനിസമായിട്ട് മാറിക്കഴിഞ്ഞു.
അപ്പോൾ ഇതിന്റെ ഫലമായിട്ട് എന്താ സംഭവിച്ചത്? ഗവൺമെന്റിന്റെ ഏറ്റവും ആകർഷകമായിട്ടുള്ള ഒരു ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് പദ്ധതി ഇല്ലാണ്ടായപ്പോൾ ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ നേരെ ഗോൾഡ് ETF-കളിലേക്കും ബാർസിലും കോയിൻസിലേക്കൊക്കെ തിരിഞ്ഞു. അതായത് ഈ ഒരു ഷിഫ്റ്റ് ആൾക്കാർ സ്മാർട്ട് ആയതുകൊണ്ട് മാത്രം സംഭവിച്ചതല്ല, ലഭ്യമായ ഓപ്ഷൻസ് ഒക്കെ മാറിയതും കൊണ്ട് കൂടിയാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന ചില ആൾക്കാർ ചിന്തിച്ചേക്കാം, അപ്പോൾ ഗോൾഡ് വാങ്ങണ്ടേ, ഗോൾഡ് വാങ്ങുന്നത് തെറ്റാണോ? അല്ല, ഞാൻ അങ്ങനെ ഒരിക്കലും പറയില്ല. ഗോൾഡ് ഒരു ഇമ്പോർട്ടൻ്റ് അസറ്റ് തന്നെയാണ്. പക്ഷേ ഗോൾഡിൻ്റെ ജോലി എന്താണ് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ? ഇതാണ് പലരും മറന്നു പോകുന്നത്. ഒരു ബിസിനസ് എന്ത് ചെയ്യുന്നു? പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു, അല്ലേ? ഒരു കമ്പനി എന്തുണ്ടാക്കുന്നു? പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നു, സർവീസസ് ഉണ്ടാക്കുന്നു, അതിലൂടെ ക്യാഷ് ഫ്ലോ ജനറേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ എക്കണോമി വളരുമ്പോൾ ബിസിനസ് വളരും. ബിസിനസ്സുകൾ വളരുന്ന സമയത്ത് അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സും വളരും. അതുകൊണ്ടാണ് ഇക്വിറ്റി ദീർഘകാല ഒരു വെൽത്ത് ക്രിയേറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ ഗോൾഡോ? ഗോൾഡ് ഒരു മികച്ച വെൽത്ത് പ്രൊട്ടക്ടറാണ്. ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ കാർ ഓടിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇടും, അല്ലേ? സീറ്റ് ബെൽറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് നമ്മളുടെ ജീവൻ രക്ഷിക്കും. പക്ഷേ ഈ സീറ്റ് ബെൽറ്റ് കൊണ്ടാണോ കാർ മുന്നോട്ട് പോകുന്നത്? അല്ല, അതിൻ്റെ എഞ്ചിൻ കൊണ്ടാണ്. പോർട്ട്ഫോളിയോയിലും അതേപോലെയാണ്. ഗോൾഡ് സീറ്റ് ബെൽറ്റാണ്. യഥാർത്ഥ എഞ്ചിൻ ശരിക്കും പറഞ്ഞാൽ ഇക്വിറ്റിയാണ്. സീറ്റ് ബെൽറ്റ് ഇല്ലെങ്കിൽ അപകടം സംഭവിക്കും, പക്ഷേ എഞ്ചിൻ ഇല്ലെങ്കിൽ യാത്ര തന്നെ ഇല്ല. അതുകൊണ്ട് ഗോൾഡിനെ ഒരിക്കലും അവഗണിക്കരുത്, പക്ഷേ ഗോൾഡിനെ മാത്രം ആശ്രയിക്കുകയും ചെയ്യരുത്. അപ്പോൾ ഇപ്പോൾ ഒരു പ്രാക്ടിക്കൽ ചോദ്യം വരും. ഓക്കെ, ഗോൾഡ് അപ്പോൾ വേണം. അപ്പോൾ എത്രമാത്രം ഗോൾഡ് വേണം? ഏത് രൂപത്തിൽ നമ്മൾ ഗോൾഡ് വാങ്ങണം? ഇപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഗോൾഡ് വലിയ റിട്ടേൺസ് തന്നു. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മളെ മനസ്സ് പറയും ഗോൾഡ് തന്നെയാണ് സേഫ്. പക്ഷേ ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. റീസെൻറ്റ് റിട്ടേൺസ് അല്ല ഫ്യൂച്ചർ റിട്ടേൺസ്. പൊതുവെ തമ്പ് റോളായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ജേണിയിൽ കാണുന്ന ഒരു കാര്യമാണ് ഗോൾഡിനെ ഡൈവേഴ്സിഫിക്കേഷന് വേണ്ടി യൂസ് ചെയ്യണം എന്നുള്ളത്. അതായത് വെൽത്ത് ക്രിയേറ്റർ എപ്പോഴും ഇക്വിറ്റി തന്നെയാണ്, പക്ഷേ നമ്മളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്ത് പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മൾ ഗോൾഡ് വാങ്ങി വെക്കണം, അല്ലെങ്കിൽ ഗോൾഡ് പോർട്ട്ഫോളിയോ ഉൾപ്പെടുത്തണം. ഫിനാൻഷ്യൽ പ്ലാനേഴ്സ് പൊതുവേ നിർദ്ദേശിക്കുന്ന ഒരു അളവ് എന്ന് പറയുന്നത് ഒരു പോർട്ട്ഫോളിയോൻ്റെ ഒരു 10 to 15% ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് ആകാം എന്നാണ്. ഇതൊരു റിജിഡ് റൂളൊന്നുമല്ല. നിങ്ങളുടെ ഏജ്, നിങ്ങളുടെ റിസ്ക് അപ്പൈറ്റൈറ്റ് ഇതിനൊക്കെ അനുസരിച്ച് മാറും. പക്ഷെ കീ പോയിന്റ് നമ്മൾ ഒരിക്കലും മറക്കരുത്. ഗോൾഡ് ഒരു സീലിംഗ് ആണ്, ഫൗണ്ടേഷൻ അല്ല. പോർട്ട്ഫോളിയോന്റെ പകുതിയും ഗോൾഡ് വെക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ലതല്ല. റിട്ടേൺസ് കൂടുതലും തരാനുള്ള കഴിവ് ആർക്കാണ്? ഇക്വിറ്റിക്ക് തന്നെയാണ്. അപ്പോൾ ഗോൾഡ് ഏത് രൂപത്തിൽ നമ്മൾക്ക് വാങ്ങാം? സോവറിൻ ഗോൾഡ് ബോണ്ടായിരുന്നു ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഉണ്ടായിരുന്നതിൽ വെച്ച്. അതിപ്പോൾ ഇല്ല. അതുകൊണ്ട് നമ്മൾക്ക് മറ്റ് ഓപ്ഷൻസ് ഫിസിക്കൽ ഗോൾഡ് നോക്കാം. ഫിസിക്കൽ ഗോൾഡ് ആകുമ്പോൾ നമ്മൾക്ക് അത് കയ്യിൽ വെക്കാം, ഒരു ഇമോഷണൽ വാല്യൂ ഉണ്ട്. പക്ഷേ എന്തൊക്കെയാണ് അതിൻ്റെ ദോഷം? മേക്കിംഗ് ചാർജസ് ഉണ്ട്, അത് ഭദ്രമായിട്ട് സൂക്ഷിച്ച് വെക്കണം, അല്ലെ? കള്ളനെ പേടിക്കണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. രണ്ടാമത്തെ ഓപ്ഷനാണ് ഗോൾഡ് ETF, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യുന്ന ഗോൾഡ് പ്രൈസ് ട്രാക്ക് ചെയ്യുന്ന ഒരു ഫണ്ട്. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മേക്കിംഗ് ചാർജ് ഇല്ല, ലിക്വിഡ് ആണ്, അപ്പോൾ വേണമെങ്കിലും വിറ്റ് കാശാക്കാം. ഡിമാറ്റ് അക്കൗണ്ട് വളരെ സുരക്ഷിതമായിട്ട് തന്നെ ഇരിക്കും. ദോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒരു എക്സ്പെൻസ് റേഷ്യോ ഉണ്ട്, ഒരു ചാർജസ് ഈടാക്കും. പിന്നെ നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് നിർബന്ധമായിട്ടും വേണം ഗോൾഡ് ETF വാങ്ങണമെന്നുണ്ടെങ്കിൽ. ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ട് ആവശ്യമില്ല. മൂന്നാമത്തെ ഓപ്ഷനാണ് ഡിജിറ്റൽ ഗോൾഡ്. ആപ്സ് വഴി ചെറിയ എമൗണ്ടിൽ വാങ്ങാൻ പറ്റുന്ന ഗോൾഡ്. ഇതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 രൂപ തൊട്ട് നമുക്ക് ഗോൾഡ് വാങ്ങാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ഒരു ദോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെബിയുടെ ഡയറക്റ്റ് റെഗുലേഷൻ ഇതിനില്ല. അതുകൊണ്ട് തന്നെ വലിയ എമൗണ്ടിനൊക്കെ ഡിജിറ്റൽ ഗോൾഡ് വാങ്ങുന്നത് പൊതുവെ മിക്ക അഡ്വൈസേഴ്സും നിർദ്ദേശിക്കാറില്ല. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, എപ്പോൾ ഗോൾഡ് വാങ്ങണം? നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗോൾഡിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലോ വന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനുവരിയിൽ ഗോൾഡ് ഏറ്റവും ഉയർന്ന നിരക്ക് എത്തിയപ്പോഴാണ്. ശരിക്കും ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഓപ്പോസിറ്റ് സ്ട്രാറ്റജിയാണ് പലരും ചെയ്തത്. അതായത് വില കൂടിയ സമയത്ത് പോയി വാങ്ങുക. പക്ഷെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വില കുറഞ്ഞ സമയത്ത് പോയി വാങ്ങണം. പക്ഷെ നമ്മൾക്കറിയാം നമ്മൾക്ക് ഒരിക്കലും മാർക്കറ്റിനെ ടൈം ചെയ്യാൻ പറ്റില്ല, അല്ലേ? അപ്പോൾ ഈ ഫോമോ ബൈയിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? എല്ലാവരും വാങ്ങുന്നു, അപ്പോൾ ഞാനും വാങ്ങും. ആ ഒരു ഫോമോ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഫിക്സഡ് ആയിട്ടുള്ളൊരു ഇൻ്റർവെല്ലിൽ ഫിക്സഡ് ആയിട്ടുള്ളൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അതാണ് SIP. പ്രൈസ് കൂടിയാലും കുറഞ്ഞാലും അതിനനുസരിച്ചുള്ള യൂണിറ്റുകൾ നിങ്ങൾക്ക് ലഭ്യമാകും. ലോങ് ടേമിൽ നോക്കുകയാണെങ്കിൽ SIP തന്നെയാണ് ഒരു നല്ല ഇൻവെസ്റ്ററിൻ്റെ ഏറ്റവും നല്ല ടൂള്. കാരണം നമ്മളിവിടെ എക്സൈറ്റഡ് ആവുകയല്ല, നമ്മളൊരു ഡിസിപ്ലിനാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന ഒരു ചരിത്രപരമായിട്ടുള്ളൊരു മാറ്റമാണ് ആൾക്കാർ ആഭരണങ്ങൾക്ക് പകരം ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് സ്വർണം വാങ്ങുന്നു. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം മാത്രം എപ്പോഴും ശ്രദ്ധിക്കണം. കഴിഞ്ഞ വർഷം നല്ല റിട്ടേൺ തന്നു എന്നതുകൊണ്ട് അടുത്ത 10 വർഷവും അതേ കഥ തന്നെ പിന്തുടരണം എന്നില്ല. നമ്മൾ എപ്പോഴും വെൽത്ത് ബിൽഡ് ചെയ്യേണ്ടത് എക്സൈറ്റ്മെൻറ്റ് കൊണ്ടല്ല, ഡിസിപ്ലിൻ കൊണ്ടാണ്. അതേപോലെ ട്രെൻഡ് അല്ല നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, അസറ്റ് അലോക്കേഷൻ പ്രോപ്പറായിട്ട് ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾ ഗോൾഡ് വാങ്ങുക, പക്ഷേ ഫോമോ കൊണ്ടൊരിക്കലും വാങ്ങരുത്. പോർട്ട്ഫോളിയോ ബാലൻസ് ചെയ്യാനാണ് ഗോൾഡ് വാങ്ങേണ്ടത്. ഞാൻ ഫോളോ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണം ഡെഫിനറ്റ്ലി സമ്പത്ത് കാത്തു സൂക്ഷിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ദീർഘകാലത്തേക്ക് നമ്മൾക്ക് സമ്പത്ത് ക്രിയേറ്റ് ചെയ്യുന്നത് പ്രൊഡക്റ്റീവ് അസറ്റ്സ് ആണ്. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഇക്വിറ്റി. അപ്പോൾ ചിലർ പറയും അല്ല കഴിഞ്ഞ വർഷം ഗോൾഡ് നന്നായിട്ട് വളർന്നല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ വർഷം വെച്ചിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്യരുത്. ആൻഡ് ഓഫ് കോഴ്സ് പല അസറ്റ്സും പല പല സന്ദർഭങ്ങളിൽ വലിയ റിട്ടേൺസ് തരും.
പക്ഷെ നമ്മളൊരു ചോദ്യം ചോദിക്കണം, ഗോൾഡിൻ്റെ ജോലി എന്താണ്? പോർട്ട്ഫോളിയോയിൽ ഗോൾഡിൻ്റെ ജോലി എന്താണ്? വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനാണോ അതോ വെൽത്ത് പ്രൊട്ടക്റ്റ് ചെയ്യാനാണോ? എൻ്റെ അഭിപ്രായത്തിൽ ഗോൾഡ് ഒരു വെൽത്ത് പ്രൊട്ടക്ടറാണ്. അപ്പോൾ ഗോൾഡിനെ ഹീറോ ആക്കാണ്ട് ഗോൾഡിനെ ഒരു ബോഡി ഗാർഡ് ആക്കാനാണ് എനിക്കിഷ്ടം. നമ്മൾക്ക് ഒരേ സമയത്ത് വെൽത്ത് പ്രൊട്ടക്റ്റ് ചെയ്യാനും വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനും അതുകൊണ്ട് സാധിക്കും. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമൻറ്റ് ചെയ്യും. നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ എത്ര ശതമാനമാണ് നിങ്ങൾ ഗോൾഡിലേക്ക് അലോക്കേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്? ഗോൾഡിനെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ആസ് എൻ ഇൻവെസ്റ്റ്മെൻറ്റ്? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ.